നമ്മളിന്നൊരു ഫിഷ് മസാല ഉണ്ടാക്കാൻ പോവുകയാണേ. അപ്പം അടിപൊളി കളറൊക്കെ ആയിട്ടിരിക്കുന്ന കണ്ടോ. അപ്പം ഞാനതിൻ്റെ സാധനങ്ങളൊക്കെ കാണിക്കാം. ഞാൻ എടുക്കുന്ന അളവ് അപ്പം ഈ സ്പൂണിന് 2 സ്പൂണ് മല്ലി എടുത്തു, ഒരു 10-18 വറ്റൽമുളക്, പിന്നെ 1 സ്പൂണ് പുഴുക്കലരി, നമ്മൾ ചോറ് വെക്കുന്ന അരി, പിന്നെ 1 സ്പൂണ് കുരുമുളക്, ഒരു 1/2 സ്പൂണ് ജീരകം, 1/2 സ്പൂണ് പെരിഞ്ജീരകം, ഒരു 3/4 സ്പൂൺ അടുപ്പിച്ച് ഉലുവ, പിന്നെ കറിവേപ്പില. ഇത്രയും കൂടെ നമ്മൾ വറുത്ത് പൊടിച്ചെടുക്കുക. മസാലപ്പൊടി സിമ്പിൾ, പെട്ടെന്ന് പടപടയെന്ന് പൊടിച്ചെടുക്കുക. നമ്മളിത് കടയിൽ നിന്ന് മേടിക്കുമ്പോൾ എത്ര രൂപ കൊടുത്താൽ മേടിക്കുന്നില്ലയോ. മസാലപ്പൊടി, മീറ്റ് മസാല, ചിക്കൻ മസാല, രസപ്പൊടി ഒന്നും ഞങ്ങൾ വാങ്ങിച്ചിട്ടേ ഇല്ല. നമ്മൾ അത് വെച്ച് രസം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഇനി വീട്ടിലൊന്ന് പൊടിച്ച് ഉണ്ടാക്കി നോക്കണം. അപ്പം ഞാൻ ഓർക്കുക, ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ട ഞാൻ ഈ പൊടികളെല്ലാം ഉണ്ടാക്കി വെക്കും വീട്ടിൽ. എന്നും നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവപ്പൊടിയൊക്കെ ഇട്ടല്ലേ മീൻകറി വെക്കുന്നത്. വല്ലപ്പോഴും ഇടയ്ക്കൊരു ടേസ്റ്റ് വ്യത്യാസം. അപ്പോൾ എൻ്റെ ഒരു ഇത് പറഞ്ഞാൽ, നമ്മൾ ഈ പൊടിക്കാനെടുക്കുന്ന സാധനങ്ങൾ ഞാൻ പറഞ്ഞില്ല, എല്ലാം എൻ്റെ കൈക്കണക്കും സ്പൂൺ കണക്കും ഒക്കെയാണ്, എൻ്റെ സ്വന്തം കണക്കാണേ. നമുക്കറിയാമല്ലോ ഏകദേശം നമ്മുടെ വീട്ടിൽ എത്ര സാധനങ്ങൾ വേണം, എത്ര വേണമെന്നൊക്കെ. അപ്പം ഞാൻ പറയുന്നത്, ഈ ജീരകവും നല്ല ജീരകവും പെരുംജീരകത്തിൻ്റെ അളവ് കുറയ്ക്കുന്നതാണ് നല്ലത്. കാരണം അതിൻ്റെ ഒരു ടേസ്റ്റ് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടത്തില്ല. പിന്നെ ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോഴേ ഓർത്ത് ഇച്ചിരി കുറയ്ക്കണ്ടായിരുന്നു, കുറച്ചുകൂടെ. അതെ, നമ്മുടെ സാധനങ്ങളെല്ലാം നന്നായിട്ട് മൂത്ത് നല്ലതായിട്ട് മൊരിഞ്ഞിട്ടുണ്ടേ. അപ്പോൾ ഞാനിത് മിക്സിയുടെ ജാറിലോട്ടിട്ട് പൊടിക്കാൻ പോകും. അപ്പോൾ പൊടിക്കുന്നതിന് മുന്നേ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 സ്പൂൺ മുളക് പൊടിയും ഇടുന്നുണ്ട്. കാരണം ഒരു കളറിന് വേണ്ടിയിട്ട്. ഈ മുളക് വേറൊരു കളറല്ലേ നമ്മൾ വറുത്ത് പൊടിക്കുമ്പോൾ. അപ്പം നന്നായിട്ട് പൊടിച്ച് ഇതൊന്ന് ഇടഞ്ഞ് എടുത്തുകൊണ്ട്, നല്ലതായിട്ട് പൊടിഞ്ഞാൽ ഞാൻ ഇടയത്തില്ല. ദേ നല്ലതായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇടയുന്നില്ല. മല്ലിയുടെ ഒരു ചെറിയ തരിപ്പൊക്കെ കാണും, സാരമില്ല. കണ്ടോ, നമ്മുടെ ഫിഷ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് ഒരു വീഡിയോ, ഇത് വെച്ചൊരു മീൻകറി വെക്കുന്നത് വേറൊരു വീഡിയോ കാണിക്കാമേ.